മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം. ടൗണിന് സമീപമുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ വനംവകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. കാട്ടാനകൾക്ക് പുറമെ പുലി കൂടി എത്തിയതോടെ കടുത്ത ആശങ്കയാണ് മൂന്നാറിൽ ഉടലെടുത്തിരിക്കുന്നത്. എന്റെ പിന്നിൽ കാണുന്ന ഈ വനംവകുപ്പ് ഓഫീസിനോട് ചേർന്നുള്ള തേയിലത്തോട്ടത്തിലാണ് തൊഴിലാളികൾ പുലിയെ കണ്ടത്. ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിക്കുകയായിരുന്നു. മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. തേയിലത്തോട്ടത്തിൽ കൊളുന്തെടുക്കാനെത്തിയ തൊഴിലാളികൾക്ക് മുമ്പിലാണ് പുലി എത്തിയത്. തുടർന്ന് തോട്ടത്തിനുള്ളിലേക്ക് പുലി മറയുകയായിരുന്നു. തൊഴിലാളികൾ പറഞ്ഞതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട ഭാഗം കൊളുന്തെടുക്കാൻ മാത്രം തൊഴിലാളികൾ എത്തുന്ന ജനവാസമില്ലാത്ത പ്രദേശമാണ്. സംഭവത്തിൽ വനംവകുപ്പ് RRT സംഘത്തെ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. തുടർ പരിശോധന നടത്തുകയാണ്. കാരണം ഇവിടെ ഈ വനവും തോട്ടം കലർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വന്യജീവികളുടെ സാന്നിധ്യം മുൻപേ ഉണ്ട്. അപ്പോൾ ഒരു ദൃക്സാക്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആകാംക്ഷയൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് തുടർ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു അപകട സാധ്യതയില്ല. കാരണം വനത്തോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ്. ഒറ്റപ്പെട്ട ആളുകളൊന്നും ഇതുവഴി നടക്കാറില്ല. കാരണം ആരുടെ വീടുകളോ ഒന്നും തന്നെ ഈ ഭാഗത്തില്ല. ഇവിടെ ആകെ വരുന്നത് 20 ദിവസത്തിൽ ഒരിക്കൽ കൊളുന്തുന്നുള്ളാൻ ആളുകൾ വരും. അവർ വലിയൊരു കൂട്ടമായിട്ടായിരിക്കും വരിക. അപ്പം അങ്ങനെ ഒരു ആക്രമണ സാധ്യതയൊന്നും ഇവിടെ ഇല്ല. 20 പേരടങ്ങുന്ന 2 സംഘങ്ങളാണ് പരിശോധന നടത്തുന്നത്. തോട്ടം മേഖലയിലെ വിവിധയിടങ്ങളിൽ മുമ്പ് കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യവുമുണ്ട്. വേനൽ കനക്കുന്നതോടെ വന്യജീവി ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ആനയും കാട്ടുപോത്തുമൊക്കെ സ്ഥിരമായുള്ള മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള പുലിയുടെ സാന്നിധ്യം ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ പുലി വനത്തിലേക്ക് കയറി പോയേക്കാമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പുള്ളത്. മൂന്നാറിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.